ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടിടുന്നു വിചാരിക്കുന്നു. കുറച്ച് ലേറ്റ് ആയി പോയ വ്ളോഗ്. കാരണം എന്താ വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇല്ല ചാമ്പി അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് വ്ളോഗ് ലേറ്റ് ആയത്. പിന്നെ ഞാൻ ഇന്നലെ വടം പോയി കണ്ടില്ലേ, അതിന്റെ ഒരു എന്താണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ മിനി വ്ളോഗ് വീഡിയോന്റെ മുന്നേ ആയിരുന്നു. ഇന്നിപ്പോ എനിക്ക് 2 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ 1:25. ഇവിടെ ഉമ്മയില്ല, ഉമ്മ അമ്മായിയുടെ വീട്ടിൽ പോയതാണ്. അപ്പൊ ഞാൻ തന്നെ ഫുഡൊക്കെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓംപ്ലേറ്റ് പൊരിച്ച് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുക, സെറ്റ് ആവുക, പോവാ. ഇതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ 2 ദിവസമായി ക്ലാസ്സിന് പോയിട്ട്. എനിക്ക് പനി പിടിച്ച് മൂലകലായിരുന്നു. സൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇപ്പൊ നേരെ നീച്ചിട്ടുള്ളൂ. ഒരു 12 മണിയൊക്കെ ആയപ്പോ നീച്ചിട്ടുള്ളൂ. ഒരു കൊറിയർ വന്നിരുന്നു. അവല് വിളിച്ചപ്പോഴാ നീച്ചേ. കൊറിയർ ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. സാധനം കാണിച്ചു തരാം. വേറെ ഒന്നല്ല, എന്റെ തലയിൽ താരം ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും തല തല ഒന്ന് ഇളക്കുമ്പോത്തിന് താരം വീഴലൊക്കെ ആയിട്ട് സീനായിരുന്നു. അപ്പൊ ഞാനൊരു റോസ്മേരി ലീവ്സ് വാങ്ങിയതാണ്. അത് തിളപ്പിച്ചിട്ട് തലയില് അടിച്ച് സ്പ്രേ ചെയ്താല് കുറയുന്നൊക്കെ പറയുന്നു. അങ്ങനെ വാങ്ങിയതാണ്. ഈ സാധനം, ഇതാണ് സാധനം. എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇത് ഉണ്ടാക്കണേ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കാണിച്ചു തരാം. ആർക്കെങ്കിലും കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുമായിരിക്കും മാറാനും. വാട്ട്സ് മൈ അനദർ പരിപാടി ഈസ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക. ദാറ്റ്സ് മൈ പരിപാടി. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഉമ്മ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇവിടെയൊക്കെ ഫുഡൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി. ഫ്രൈ പാൻ എടുത്തോട്ടെ. ഇതിന്റെ ആവശ്യമുള്ളൂ. ഓംപ്ലേറ്റ് പൊരിക്കണ ഫ്രൈ പാൻ ഇതാണ്. മറ്റേ ഫ്രൈ പാൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിൽ പൊരിക്കണതാണ് ഇഷ്ടം. ഇതിൽ പൊരിച്ചാണ് ശീലം. സോ ഇതിൽ പൊരിക്കണതാണ് ഇഷ്ടം. വാഷ് ചെയ്തേക്കാം. വാഷ് ചെയ്യാതെ യൂസ് ചെയ്തിട്ട് ഇനി കംപ്ലൈന്റ് വരണ്ട, അസുഖം വരണ്ട ഗൈസ്. ഓൾറെഡി വയ്യ. ഈ സാധനം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ നിന്നോട്ടെ. വാവ്, ഇതെടുക്ക, സിമക്കയറ്റ. ഇനി നമ്മുടെ അനദർ പരിപാടി എന്താന്ന് വെച്ചാൽ എഗ് എടുക്കണം. എഗ് ഒന്ന് തന്നെ ഉള്ളടേ, ഒരു എഗ് തന്നെ ഉള്ളൂ. എനിക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചാണെന്ന് തോന്നുന്നു. എഗ് കണ്ടപ്പോഴാണ് ഓർമ്മ, ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി. കഴിച്ചിട്ടും കുറെ കാലമായി, ഉണ്ടാക്കിയിട്ടും കുറെ കാലമായി. സിമ്പിൾ പരിപാടിയാണ്, നമ്മളെ കൊണ്ടൊക്കെ പറ്റും. ബട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുറച്ചായിട്ട്. കോൺസെൻട്രേഷൻ ഫുൾ ഉപ്പുമലാണ്. ഉപ്പ് കൂടിയ ഓംപ്ലേറ്റ് മുഞ്ചു. ബേസിക്കലി എനിക്ക് കുറച്ച് ഉപ്പിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ചോദിക്കും എല്ലാവരും കൂടുതൽ ഉപ്പിടും. ആരും കൂടുതൽ ഉപ്പിടില്ല എന്ന് എനിക്കറിയാം. എന്നാലും that's always done bro. വെള്ളം ആദ്യം, ഇതിന്മേൽ കുറച്ച് വെള്ളം ഉണ്ട്, കാണുന്നുണ്ടോ? നോക്കൂ, തോടാ പാനി ഇതർ ഹേ. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഉണ്ടായില്ല. അത് ചൂടായി റെഡി ആയതിന്റെ ശേഷം നമുക്ക് സെറ്റാക്കാം. സംഭവം ഇതിൽ ഉള്ളിയൊക്കെ ഇടും, പക്ഷെ എനിക്കിത് ഉള്ളി കട്ട് ചെയ്യാൻ മടിയായിട്ട് ഞാൻ കട്ട് ചെയ്യാത്തതാണ്. ശേഷം അങ്ങനെ വെള്ളമൊക്കെ വറ്റി. ഇനി ഞാൻ ഉണ്ടാക്കണ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി ചൂടായി അലമ്പാവും. കുറച്ച് മതി, കുറച്ച് ആവശ്യമുള്ളൂ. യോ ബ്രോ, ക്യാമറ വെക്കാൻ കുറച്ച് സ്പേസ് കിട്ടിയാൽ മതി. അപ്പൊ ഗൈസ്, ഇനി നേരെ ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഉണ്ടാക്കണ കാണിക്കാം. ആകെ ഒരു സൈഡിലേക്കുള്ളത് തന്നെ ഉള്ളൂ. അത് ജിമ്മിലൊക്കെ പോയ ടൈമിൽ 4-5 മുട്ടയൊക്കെ കഴിച്ചിരുന്നു. ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്തോണ്ട് അത്ര മുട്ട കഴിക്കാറില്ല. ചെറിയ ഇഞ്ചറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. അത് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. അത് റെഡി ആയാൽ നമ്മൾ എന്തായാലും ജിമ്മിൽ പോകും ഇൻഷാല്ലാ.
അയ്യോ, ക്യാമറയൊക്കെ നോക്കി മറച്ചോണ്ടാണ് ഇങ്ങനെ വന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ സമയം 1:35. ഞാന് ഫുഡൊക്കെ സെറ്റ് ആക്കിയതാ. കഴിക്കാൻ ചോറുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, തക്കാളി കറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. ഇന്ന് ഉമ്മക്ക് അർജന്റ് ആയിട്ട് പോകാണ്ടാണ്ടോ തോന്നുന്നുണ്ട്. ഉമ്മ തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ചിട്ട് ഓടിയതാണ്. വന്നിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. എനിക്ക് തക്കാളി കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കും. ഓക്കെ, ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് വേണം. കൈയൊക്കെ മറന്നു. കൈ കഴുകിയില്ലെങ്കിലും ഇതിന്റെ തലയിലില്ലേ, ഓർമ്മയില്ല. കൈ കഴുകിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓൾറെഡി കിച്ചണിൽ കഴുകിയതാ. നമുക്ക് ഇത് രണ്ടും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വായിലിപ്പ തന്നെ വെള്ളം വരും. പപ്പടം ഉണ്ടോ എന്ന് നോക്കിയാലോ? പപ്പടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പപ്പടമുണ്ടോ? പപ്പടമുണ്ടോ? ഇല്ല, പപ്പടം ഉണ്ടാക്കിയിട്ടില്ല. പപ്പടം പൊരിക്കാൻ എനിക്കറിയാം. എനിക്ക് വലിയ പപ്പടം പൊരിക്കാൻ ഓൾറെഡി വായിൽ പൊണ്ണുണ്ട്. എല്ലാം കൂടി അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ മടിയായണ്ടല്ല. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഹാപ്പി. ഞാൻ എന്നാ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗുളിക ഉണ്ട്. ശരിക്കും 3 നേരം കുടിക്കേണ്ട ഗുളികയാണ്. ഞാൻ 2 നേരം കുടിക്കണുള്ളൂ. ബിക്കോസ് ഉച്ചക്കാണ് നീച്ചത്. ഇതൊരു നേരം കൂടി കുടിച്ചാൽ മതി. എനിക്ക് ഏകദേശം പനിക്കൊക്കെ കുറവുണ്ട്. ഇതിന്റെ പ്രശ്നം ചുമയാണ്. ചുമ കഴിഞ്ഞോ? ഒരു ഗുളിക തന്നെയുള്ളൂ. ഒരു ഗുളിക കഴിഞ്ഞു. ഒരു പനീന്റെ ഗുളിക ഇതിലിട്ടേക്കാം. വെറുതെ അവിടെ ഉണ്ട്. ഇത് സുമന്റെ സാധനം. നെഞ്ചിട്ട് കപ്പം കെട്ടിയിട്ടൊരു സംഭവം ഉണ്ട്. അറിയിച്ചല്ല കേട്ടോ, അണ്ണാക്കിൽ എന്തൊരു സാധനം കുടുങ്ങി. ഈ സാധനമാണ് ഇഷ്ടമല്ലാത്ത. പണ്ടത്തെ അത്ര കയ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഒരുമാതിരി ചോയാണ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ക്ലാസ് ഞാൻ ഓർമ്മയില്ലാതെ അവിടെ കൊണ്ടുപോയി ചിഞ്ഞിപ്പോ എടുത്തോണ്ടല്ലോ. നിങ്ങൾക്ക് മടിയാവും. മരുന്നോട്ടിയും പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. നേരെ പോയി കുളിക്കുക, സെറ്റ് ആവാ, പോവുക. അതാണ് ഇപ്പൊ എന്റെ പ്ലാന്. അത്രയൊക്കെ തന്നെ ഉള്ളു പ്ലാന്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് എനിക്ക് അറിയില്ല. ചെക്കന്മാരുടെ അടുത്ത് പോണോ? എനിക്ക് എന്തായാലും റാൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ട്. നേരെ റാൻ്റെ അടുത്ത് പോവാൻ കുറച്ച് പരിപാടി ഉണ്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് കുളിച്ചിട്ട് മാറ്റിയിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഫുള്ള് റെഡി ആയിരിക്കാണ്, സെറ്റ് ആയിരിക്കാണ്. ഇനി നേരെ ക്ലാസ്സിന് പോയാൽ മതി. ട്രൈപോഡ് ബാഗിൽ എടുത്ത് വെക്കാം, എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ക്ലാസ്സിന് പോട്ടെ. ഗൈസ്, നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഒരു പാൻറ് എടുക്കണം എന്നൊരു മൂഡുണ്ട്. ഞാൻ ജസ്റ്റ് കട കയറി നോക്കട്ടെ. ഞാൻ ഒരു സാധനം കണ്ടു വെച്ചിരിക്കണേ. അത് ഞാൻ പ്രതീക്ഷിച്ച റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല, എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു ചെറിയൊരു സംഭവമുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. 40 രൂപക്ക് പെട്രോൾ അടിക്കാം, അതാണ് ലാഭം. അതല്ല അതൊന്നും ഗൈസ്. അങ്ങനെ ഞാൻ പാൻറ്റൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഇവനെയും കൂട്ടി വീട്ടിൽ പോവാണ്. വീട്ടിൽ പോണതിൻ്റെ ഇടയിൽ ഒരാളുടെ ലേസും അങ്ങ് പറഞ്ഞു. മോന്ത കണ്ടാലും അറിയാം, തലടിച്ച് പൊളിക്കണം. കൊണ്ടാ അവിടെ. പണ്ടൊക്കെ ലേസിൽ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പം ക്വാണ്ടിറ്റിയും ഇല്ല, ക്വാളിറ്റിൻ്റെ പിന്നെ എനിക്ക് വലിയ ഒക്കെ കണക്കന്നെ. ഗൈസ്, അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂ ഉണ്ടല്ലേ കാണാൻ. നൈസ് സ്ഥലം. എൻ്റെ നോർമൽ പുണ്ണുണ്ടായിട്ട് ഞാൻ പറയണമെന്നല്ല വരുന്നത്. ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് പാൻറ് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാത്തത് എന്താ വെച്ചാൽ മറന്നുപോയതാണ്, മറന്നില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വരാം. അപ്പോൾ ഞാൻ വാങ്ങിയ പാൻറ് ഇതാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ഏതാ വാങ്ങിയത്. ഇതിൽ പിന്നെ ഒരു ഷർട്ടാണ്, കമ്പനിക്കാരൻ്റെ ഷർട്ടാണ്. ഞാൻ വെറുതെ വാങ്ങിക്കൊണ്ടുവന്നു ഇടാലോ വിചാരിച്ചിട്ട്. ഇതാണ് സാധനം. എന്താ പറയുക, ഇത് 32 ആണ് സൈസ്. എനിക്ക് നോർമലി 32 സൈസ് മതി. പക്ഷെ ഞാൻ 34 ആണ് ഇടല്. ഓവർ സൈസ് ഒക്കെ ആണ് ഇടലാണ്. ജസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഈ 32ന്റെ ആവശ്യമുള്ളൂ, പക്ഷെ ഞാൻ 34 ഇടും. ഇപ്പൊ ഞാൻ ഇട്ട പാൻറ്റൊക്കെ 34 ആണ്. ഇത് പിന്നെ ഓൾറെഡി മറ്റേ ലെഗ് വൈഡ് ലെഗ് ആയതുകൊണ്ട്, വൈഡ് ലെഗ് അല്ല, സർപ്ലസ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു, മറന്നുപോയി പേര്.
32 സൈസൊക്കെ നമുക്ക് പറിച്ചാലേ ഒന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്, നിങ്ങൾക്ക് കാണുമോന്ന് അറിയില്ല, ഞാൻ കാണിച്ചുതരാം. വെയിറ്റ്, കാണിച്ചുതരാം. ഇത് കണ്ട ഗൈസ്, എൻ്റെ കാല് ഫുള്ള് മൂടും. ഇത്ര കുറച്ച് കട്ട് ചെയ്യാനുണ്ടാവും, ബട്ട് പാൻറ് ഇസ് സോ നൈസ്. ഓക്കെ, ബെൽറ്റിന്റെ ആവശ്യം വല്ലാണ്ട് വരുന്നില്ല. എനിക്ക് കുറച്ച് ചെറിയൊരു ഇതുണ്ടോ, ഈ ഒരു വേണ്ടി വരില്ല. ബെൽറ്റിന്റെ ആവശ്യമില്ല, ബെൽറ്റ് ഇല്ലാതെ തന്നെ നൈസാണ്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അടിക്കാം. കട്ട് ചെയ്ത് അടിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാലോ. 2 ദിവസം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. എന്നിട്ട് നൂല് വരികയാണെന്നുണ്ടെങ്കിൽ, നൂല് ബോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്കണ്ട. നൈസ് സാധനമല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വേണ്ട. പക്ഷെ എനിക്ക് ഇനി ഇതുപോലത്തെ 2-3 സാധനം കൂടി വേണം. ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എടുക്കുള്ളൂ, പക്ഷെ ഞാൻ വിചാരിച്ച കളർ ഇഞ്ഞോ വേണം. എനിക്ക് ആദ്യം വേണ്ടേ ഈ ഒരു കളർ കഴിഞ്ഞു, ഈ ഒരു കളറ്. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അത് കിട്ടിയോണ്ട് പിന്നെ ഇതെടുത്ത്. ഇനി പിന്നെ ഇനിയിപ്പോ എത്ര 2-3 പാൻറ് വേണം. ഞാൻ ഒരു 2-3 കളർ കണ്ടുവെച്ചിരിക്കണേ, അത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ ഗൈസ്, ഈവനിങ് വന്നിട്ട് ഞാൻ അറിയാതെ ഒന്ന് കിടന്നുറങ്ങിപ്പോയി ഗൈസ്. ഇപ്പോൾ സമയത 1:52. ഉറക്കം കിട്ടണില്ല, ഇങ്ങനെ നെറ്റും കിട്ടണില്ല, ഉറക്കം കിട്ടണില്ല. അങ്ങനെ മൂഞ്ചി കിടക്കേണ്ട അവസ്ഥ. ഒരു പടം ഉണ്ട്, പക്ഷെ ആ പടം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. ഫോണിൽ ചാർജും ഇല്ല. മൂഞ്ചലാണ്. ഈ ഫോണിൽ എത്ര ശതമാനം? ഈ ഫോണിൽ 76% ഗൈസ്. ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് പടം കയറ്റിയിട്ട് അത് കണ്ടിട്ട് കിടന്നുറങ്ങാം. ഏത് മൂടി? ബുദ്ധി മൂടി ഗൈസ്. പടം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് 400 സംതിങ് MB ഉള്ളൂ. പെട്ടെന്ന് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കയറിയിട്ട് വേണം കാണാൻ. ഫ്ലാഷ് ഓൺ ആവണില്ല. ഫ്ലാഷ് ഓൺ ആയില്ലെങ്കിൽ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യും ഗൈസ്. എന്തോ പറയാൻ വന്നില്ലല്ലോ, പറയാൻ വന്ന് മറന്നു ഗൈസ്. ഞാൻ ഹിബൻ്റെ സ്കൂളിൽ പോവാണ്. ഇപ്പൊക്കെ എന്തോ കാല് വേദന, വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചില്ല. അപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഹിബനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ഉമ്മൻ്റെ വീട്ടിലേക്ക് എത്തി ഗൈസ്. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവളെ പിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കാണ്. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വേണം. ഞാൻ രാവിലെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചിനി, പക്ഷെ നടന്നില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാൻറ്റിൻ്റെ പറഞ്ഞില്ലതാ. പാൻറ്റ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഗൈസ്. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മതി വിചാരിച്ചു. നമുക്ക് അമ്മേൻ്റെ പെരയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് ഉമ്മ നേരത്തെ പോയി. അപ്പോൾ ഓൾറെഡി ഞാൻ അടിക്കണ്ടെന്ന് പറഞ്ഞാണ്, ബട്ട് അടിക്കാനുള്ള ടൈമും കിട്ടില്ല. നൂല് ഞാൻ കുറച്ച് നേരമായിട്ട് ഇട്ടിട്ടുള്ളൂ, അപ്പോഴത്തേനും നൂല് ഫുള്ള് വലിഞ്ഞിക്കണ്. മിക്കവാറും ഇത് അടിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ബോറാവും ചിലപ്പോൾ. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.